ഫ്ലൈറ്റ് യാത്രക്കാർ എന്നതിലുപരി ഇപ്പോഴും വീണ്ടും തുടങ്ങാൻ പോകുന്ന ഡൽഹി ഡയറക്റ്റ് ഫ്ലൈറ്റ് 12-ാം തീയതി തുടങ്ങിയാണ്. ആ ഫ്ലൈറ്റിൽ കൂടി ഞങ്ങൾ യാത്ര ചെയ്തുകൊണ്ട് തന്നെ അതിൻ്റെ തുടക്കം കുറിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഈ 12-ാം തീയതി പോകുന്ന ഡൽഹി ഫ്ലൈറ്റിൽ ഞങ്ങൾ കുറച്ച് പേര്, ഏകദേശം 12 പേരോളം ഇപ്പം ഈ ടീം ഹിസ്റ്റോറിക്കൽ ഫ്ലൈറ്റിൻ്റെ ഭാരവാഹികൾ അതിൽ യാത്ര ചെയ്യുന്നു. അവിടെ ആ ഡൽഹിയിലെത്തിക്കൊണ്ട് എവിടെയൊക്കെ നമുക്ക് സ്വാധീനം ചെലുത്താൻ പറ്റുമോ അത് ചെലുത്താൻ തന്നെയാണ് നമ്മുടെ തീരുമാനം. 2022 യാത്രയിലൂടെ നമുക്ക് കിട്ടിയ എനർജി തന്നെയാണ് ഈ പുകിനും ഞങ്ങളുടെ കൂടെയുള്ളത്. ആ സമയത്ത് നമ്മുടെ കേരളത്തിലെ മന്ത്രിയായിരുന്ന വി മുരളീധരൻ ജിയുടെ ഒപ്പം ഇരുന്നുകൊണ്ട് തന്നെ ഇവിടുത്തെ കണ്ണൂർ MP ആയിരുന്ന സുധാകരൻ, അതേപോലെ തന്നെ ഡോക്ടർ ശിവദാസൻ, സന്തോഷ് കുമാർ, ജോൺ ബ്രിട്ടാസ്, അതേപോലെ എല്ലാ ആളുകളും, ഉണ്ണിത്താൻ, എല്ലാവരും നമ്മുടെ കൂടെ ഇരുന്നു കൊണ്ട് തന്നെ കേരള ഹൗസിൽ നിന്ന് സഹകരിച്ച് മുന്നോട്ട് പോയതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഈ പറഞ്ഞ സ്മൃതി ഇറാനിയെയും അതേപോലെ തന്നെ ഏവിയേഷൻ മിനിസ്ട്രിയെയും നേരിട്ട് കണ്ടുകൊണ്ട് തന്നെ ഉന്നയിച്ച സംഗതികളാണ് ഈ പറഞ്ഞ ഹജ്ജ് എംബാർക്കേഷൻ എങ്കിലും നമ്മൾ തുടങ്ങണം ഈ വർഷം എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ആ വർഷം തന്നെ ഈ പറഞ്ഞ 2022-ലും 23-ഉം 24-ഉം ഹജ്ജ് ഓൾറെഡി ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞു. അതിലുള്ള ഏറ്റവും വലിയ എംബാർക്കേഷൻ നമുക്കിപ്പോൾ ഈ കഴിഞ്ഞ വർഷം നടന്ന സൗദി എയർലൈൻസ് ഓപ്പറേറ്റ് ചെയ്തിരുന്ന എംബാർക്കേഷൻ ഈ ഹജ്ജിനാണ്. അത് ശരിക്കും അതൊരു ഇൻ്റർനാഷണലി എല്ലാ എയർലൈൻസിനും ഒരു ഉത്തേജകമായി മാറും എന്നുള്ളത് യാതൊരു സംശയമില്ല. ഇനി നമുക്ക് ആവശ്യം POC ആണ്. ഈ POCക്ക് കാരണം ഇനിയൊരു തടസ്സങ്ങൾ പറയാൻ വേണ്ടിയിട്ട് പറ്റാത്തൊരു രീതി എത്തി. 6 വയസ്സ് കഴിഞ്ഞു. 3-ാം വർഷം കിട്ടേണ്ടതാണ്, ഇനി 5 മാക്സിമം. പക്ഷേ ഇത് 6 കഴിഞ്ഞാൽ ഇനി അങ്ങോട്ട് അതിന് പിറകിൽ ഇനിയൊരു വാക്കിനോ അല്ലെങ്കിൽ മറ്റൊരു തരത്തിലൊരു തന്ത്രം ഉപയോഗിക്കാനോ സാധ്യതയില്ല എന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം. എങ്കിലും നമ്മൾ വീണ്ടും മുട്ടാൻ പോവുകയാണ്. എവിടെ എത്തുകയാണ് അവിടെ എത്തിയിട്ട് നമുക്ക് ചെയ്യാമെന്നുള്ള രീതിയിൽ ഞങ്ങൾ ഈ പ്രാവശ്യത്തെ ആ ഹജ്ജ് എംബാർക്കേഷൻ നേടിയെടുത്ത പോലെ തന്നെ ഇനി POC കൂടി നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ഇതിൽ തന്നെയാണുള്ളത്. ഈ ഒരു യാത്രയിൽ നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള മാക്സിമം പണി എടുക്കാൻ പോകുന്നുണ്ട്. അതിന് വേണ്ടുന്ന എല്ലാ MP-മാരുടെ സഹകരണവും സഹായവും ഉണ്ട് എന്നുള്ളതിന് നമുക്കിപ്പോൾ ഞങ്ങളോട് കൂടെയുണ്ട് എന്നുള്ളൊരു ഒരു ഉത്തേജനം ശരിക്കും നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതനുസരിച്ച് തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഇനി അതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മുടെ മധുസാർ പറയുന്നതായിരിക്കും. നമ്മുടെ പ്രസിഡൻറ്റും സെക്രട്ടറിയും സൂചിപ്പിച്ച പോലെ നമ്മൾ ഈ യാത്രയ്ക്കാണ് ഈ നമ്മുടെ പ്രശ്നം പരിഹരിക്കുന്നവരെ അതിന് മുഴുവൻ സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെയും സപ്പോർട്ട് നമുക്ക് ആവശ്യം. അവഗണന എന്ന വാക്ക് നമ്മൾ ഉപയോഗിച്ചാൽ പോരാ. ശരിക്കും ഒരു പ്രദേശത്തിൽ നിങ്ങൾക്ക് പോയിന്റ് ഓഫ് കോൾ സ്റ്റാറ്റസ് കിട്ടും. 5 വർഷത്തേക്ക് ഡൊമസ്റ്റിക് ഫ്ലൈറ്റ്സ് കണ്ണൂരിന് നിഷേധിക്കാറുണ്ട്. ഇത് 6-ാം വർഷമാണ്. അതിന്